നിങ്ങൾക്കറിയോ മിപ്സി, MIPSI, ഇതിന് മിനിമലി ഇൻവേസീവ് പെയിൻ ആൻഡ് സ്പൈൻ ഇൻ്റർവെൻഷൻസ് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് എന്നൊക്കെ പറയും. ഇത് പെയിൻ മെഡിസിനിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറിൻ്റെ പേരാണ് മിനിമലി ഇൻവേസീവ്. എന്ന് വെച്ചാൽ വളരെ കുറച്ച് മാത്രം ഇൻവേഷൻ, നമ്മൾ ഓപ്പൺ ചെയ്യാതെ ചെറിയ നീഡിൽ വഴി ചെയ്യുന്ന പെയിൻ കുറക്കാൻ, പ്രത്യേകിച്ച് നട്ടലിനെല്ലാം പെയിൻ കുറക്കാൻ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് മിപ്സി. അതിനെ മോസ്റ്റ് കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് എപ്പിഡൂറൽ ഇഞ്ചക്ഷൻ. ചിലവരൊക്കെ കേട്ടുന്നുണ്ടാവും, ചിലവരൊക്കെ അതിനെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ചിലവർ വിചാരിക്കും എപ്പിഡൂറൽ എന്ന് പറഞ്ഞാൽ നമ്മളെ കാലൊന്നായിട്ട് തരിപ്പിക്കുന്നതാണ് ഈ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത്. അതല്ല, അത് സ്പൈനലാണ്. നമ്മളെ നട്ടലിൻ്റെ ഉള്ളിലോട്ട് വെക്കുന്ന സബരക്നോഡ് സ്പേസിലോട്ട് തരിപ്പിക്കുന്ന മരുന്ന് കൊടുക്കുമ്പോൾ നമ്മളെ കാലിൻ്റെ അടിയിലൊക്കെ തരിക്കുക. ഡെലിവറിൻ്റെ സിസേറിയൻ്റെ സമയത്ത് കഴിയുന്നതാണ് സ്പൈനൽ അനസ്തീഷ്യ എന്ന് പറയുന്നത്. അതിൻ്റെ പുറത്തുള്ള ലെയർ ഉണ്ട്, നമ്മളെ പെയിൻറ്റും നമ്മളെ കാലിലോട്ടുള്ള ഷിയാറ്റിക് നെർവ്, അതിൻ്റെ മെയിൻ ആയിട്ടുള്ള നെർവ് റൂട്ട്സ് ഒക്കെ പോകുന്ന ഒരു ഏരിയ ഉണ്ട്, എപ്പിഡൂറൽ സ്പേസ് എന്ന് പറയും. അവിടേക്ക് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കും. എപ്പോൾ നമ്മളെ കാലിന് അല്ലെങ്കിൽ ഡിസ്കിനെല്ലാം ബൾജ് ഉണ്ടായിട്ട് അവിടെ നീർക്കെട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ്. അതിനാണ് പറയാറ്. സാധാരണ രീതിയിൽ 3-4 രീതിയിൽ അത് ഇഞ്ചക്ഷൻ കൊടുക്കും. ഒന്ന് ട്രാൻസ്ഫൊറാമിനൽ, അതായത് നമ്മുടെ ഡിസ്കിൻ്റെയും നട്ടലിൻ്റെയും ഇടയിലൂടെ നമ്മൾ ഓരോ റൂട്ടുകളായിട്ട് ഇങ്ങനെ ഓരോ നെർവ് റൂട്ട്സുകൾ വരുന്നുണ്ട്. L3, L4, L5, S1 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ MRI റിപ്പോർട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും. ആ റൂട്ട്സിൻ്റെ അതിൻ്റെ ഫൊറാമൻ അത് പുറത്തു വരുന്ന വഴിയിൽ അതിൻ്റെ വാതിൽക്കെ പോയി ഇഞ്ചക്ഷൻ ചെയ്യുന്ന ട്രാൻസ്ഫൊറാമിൻ എപ്പിഡൂറൽ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇൻ്റർലാമിനാർ, 2 ഡിസ്ക് സ്പേസിൻ്റെ അടിയിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ 2 സ്പൈൻ നട്ടലിൻ്റെ അടിയിൽ കൊടുക്കുന്നതാണ് ഇൻ്റർലാമിനാർ എന്ന് പറയുന്നത്. അതേപോലെ കോഡൽ കൊടുക്കാറുണ്ട്, ന്യൂക്ലിയോപ്ലാസ്റ്റി കൊടുക്കാറുണ്ട്. ഇങ്ങനെ മൾട്ടിപ്പിൾ ലെവലിൽ നമ്മൾ മൾട്ടിപ്പിൾ ടൈപ്പായിട്ട് നമ്മൾ എപ്പിഡൂറൽ ഇഞ്ചക്ഷൻ കൊടുക്കാറുണ്ട്. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആർക്കാ കിട്ടുന്നത് വെച്ചാൽ, നമുക്കൊരാൾക്ക് ഷിയാറ്റിക്ക അല്ലെങ്കിൽ കാൽ കടച്ചിലുണ്ടായി, ഡിസ്ക് ബൾജ് ഉണ്ടായി. അപ്പോൾ ഇതാണ് നമ്മുടെ നട്ടെല്ല് എന്ന് പറയുന്നത്. ഈ നട്ടെല്ലിൻ്റെ ഓരോ സ്പൈൻ്റെ അടിയിലുള്ള വൈറ്റ് ഈ ഒരു ജെല്ല് പോലെയുള്ള സാധനമാണ് ഡിസ്ക് എന്ന് പറയുന്നത്. ഈ ഡിസ്ക് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ വെയിറ്റ് എടുക്കുക അല്ലെങ്കിൽ ഡീജനറേഷൻ സംഭവിക്കുക, ചിലവർക്ക് വെയിറ്റ് ഭാരം കൂടുന്ന, ചിലവർക്ക് ഡെലിവറിൻ്റെ ശേഷം, ഇങ്ങനെ പല സമയത്തായിട്ട് ഡിസ്ക് ചിലപ്പോൾ ബൾജ് ഉണ്ടാവും. ഈ ബൾജ് ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ പല ഏരിയ ഇത് മുന്നോട്ട് ബൾജ് ചെറിയ രീതിയിൽ വലിയ പ്രശ്നമില്ല. പോസ്റ്റീരിയർ ആണ് അതിൻ്റെ പിൻഭാഗത്താണ് നമ്മളെ സ്പൈനൽ കോഡും ബാക്കിയുള്ള നെർവ് ഏരിയയിലൊക്കെ പോകുന്നത്. പോസ്റ്ററോ ലാറ്ററൽ, ബാക്കിലത്തെ സൈഡിലുമാണ് കാലിലോട്ടുള്ള ഞരമ്പുകളൊക്കെ പോകുന്നത്. അപ്പോൾ ആ ഏരിയയിൽ ഡിസ്ക് ബൾജ് ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും, ഈ നട്ടലിൻ്റെ സൈഡിലൂടെ ഈ ഫൊറാമനിലൂടെ കാലിലോട്ട് പോകുന്ന ഞരമ്പുകളുണ്ട്. പ്രത്യേകിച്ച് ഈ ലംബാർ ഏരിയയിലാണെങ്കിൽ അത് L2, L1, L2, L3, L4, L5 എന്നൊക്കെ പറയും. ഓരോ ഡിസ്കിൻ്റെ അടിയിലൂടെ പോകുന്ന ഞരമ്പുകൾക്കാണ് അങ്ങനെ പറയാറ്. അത് പോകുമ്പോൾ അതൊരു വഴി, ഒരു പാസേജാണ്. ആ പാസേജിലോട്ട് നമ്മൾ ഡിസ്ക് ജെല്ല് പോലെയുള്ള സാധനം ഡീജനറേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം വെച്ചാൽ തള്ളി വരികയാണെങ്കിൽ അത് ആ വഴി കംപ്രഷനാവും. ഈ ഞരമ്പ് പോകുന്ന വഴി കംപ്രഷനായിട്ട് ആ ഞരമ്പ് പോകുന്ന വഴിയിൽ കാലിലോട്ട് കടച്ചിൽ വരും, അസഹനീയമായിട്ടുള്ള വേദന വരാം. പ്രത്യേകിച്ചും എപ്പോൾ കടച്ചിൽ വരും, ഈ ഡിസ്ക് കൂടുതൽ പ്രഷർ വരുന്ന സമയത്ത്, നിൽക്കുമ്പോൾ, മുന്നോട്ട് കുനിയുമ്പോൾ, അതേപോലെ കുറേ നേരം നടന്നാലെല്ലാം കടച്ചിൽ വരും. അതിനാണ് നമ്മൾ സാധാരണ രീതിയിൽ ഷിയാറ്റിക്ക അല്ലെങ്കിൽ കാലിലോട്ടുള്ള ഞരമ്പ് വേദന, റാഡിക്കുലൈറ്റിസ് എന്നൊക്കെ പറയുന്നത്. ഇത് കടച്ചിൽ വരുമ്പോൾ ഈ ഡിസ്കിൻ്റെ ഉള്ളിലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ദ്രാവകമാണ്, ഒരു ദ്രാവകം, കെമിക്കൽസ് ഒക്കെ ഉണ്ട്, കുറച്ച് ജെല്ലി പോലുള്ള സബ്സ്റ്റൻസ് ആണ്. അത് നമ്മളെ ഇവിടെ ഈ ഞരമ്പ് വന്ന് ഒട്ടിപ്പിടിച്ചാൽ തന്നെ ഈ കടച്ചിൽ വളരെ അസഹനീയമായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് പെയിനായിട്ടുണ്ടാവും. സാധാരണ രീതിയിൽ ഒരു പെയിൻ മെഡിസിൻ OPDയിലോട്ട് ഒരു പേഷ്യൻ്റ് വന്നാൽ അത് നമ്മൾ പറയും എത്ര വീക്സ് ആയിട്ട്, എത്ര നാളായിട്ടുണ്ട്, ഒരു 1-2 ആഴ്ച ആയിട്ടൊക്കെയാണ് നമ്മളത് വെയിറ്റ് ചെയ്യാൻ പറയും. എന്നിട്ട് വെയിറ്റ് ചെയ്ത് മെഡിസിൻ, പ്രത്യേകിച്ച് ന്യൂറോപ്പതിക് മെഡിസിൻ, നമ്മളിവിടെയുള്ള നെർവ്സിൻ്റെ ഫയറിങ് അതിനെ മോഡുലേറ്റ് ചെയ്യുന്ന ന്യൂറോപ്പതിക് മോഡുലേറ്റിംഗ് മെഡിസിൻസ് ആയ ഗാബാപെൻറ്റിൻ, പ്രിഗാബലിനൊക്കെ കൊടുക്കും. അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ ഷോർട്ട് ടൈം ആയിട്ട് കുറച്ച് ദിവസത്തിന് ചിലപ്പോൾ ഒരു പെയിൻ കില്ലർ എല്ലാം കൊടുക്കാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മസിൽ റിലാക്സിൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ചില പേഷ്യൻ്റ് നല്ല പെയിൻ ഉണ്ടെങ്കിൽ പകരം ഒന്ന് റെസ്റ്റ് എടുക്കുക, കംപ്ലീറ്റ് റെസ്റ്റ് അല്ല, ചെറിയ ഗൈഡഡ് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയും. എന്നിട്ടും കുറയുന്നില്ലെങ്കിൽ നമ്മൾ MRI എടുക്കാൻ പറയുള്ളൂ. എക്സ്റേയിൽ പ്രത്യേകിച്ച് കാണണമെന്നില്ല. എക്സ്റേയിൽ നമുക്ക് ഈ എല്ലുകൾ തമ്മിൽ തെറ്റിയാൽ ഇത് പൊസിഷൻ മാറണമെങ്കിൽ, അതേപോലെ ഈ ഫൊറാമനിൽ നല്ല ഗ്യാപ്പ് കുറയുന്നുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുള്ളൂ. സ്പോണ്ടിലോസിസ്, ലിസ്തസിസ് എന്നൊക്കെ പറയും. പക്ഷേ അതുകൊണ്ട് വലിയൊരു ഉപകാരം നമുക്ക് ഉണ്ടാകാൻ പോകുന്നില്ല എക്സ്റേ എടുത്തുകൊണ്ട്. കാരണം പ്രത്യേകിച്ച് നമുക്ക് എല്ലല്ല അവിടെയുള്ള ടാർഗറ്റ് ഈ നെർവാണ്, ഈ ഡിസ്കും നെർവാണ്. അത് നമുക്ക് എക്സ്റേയിൽ പ്രോപ്പറായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പറയും ഇപ്പോൾ കുറേ ദിവസമായിട്ട് പെയിൻ കുറയുന്നില്ല, MRI എടുത്ത് നോക്കാറ്. MRIയിൽ കാണുന്ന യൂഷ്വലി ഫൈൻഡിങ്സ് ആണ് ഈ ഡിസ്ക്, നമ്മുടെ നട്ടലിൻ്റെ അടിയിലെ ഡിസ്ക് തള്ളി വന്നിട്ട് കാലിൻ്റെ ഞരമ്പിലോട്ട് ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്തിരിക്കുന്നത്.
ആ ടച്ച് ചെയ്ത് നിൽക്കുന്ന അവിടെ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാവും. നമ്മൾ പെയിൻ മെഡിസിനിൽ പഠിക്കുന്ന ആ ഇൻഫ്ലമേഷൻ, ഈ പെയിൻ, റാഡിക്കുലർ പെയിൻ ഡ്യൂ ടു കെമിക്കൽ മീഡിയേറ്റഡ് ഇൻഫ്ലമേഷൻ ആണ്. അതിൻ്റെ ഉള്ളിലുള്ള കെമിക്കൽ ഐറ്റംസ്, സൈറ്റോകൈൻസ്, ഇൻഫ്ലമേറ്ററി, മറ്റേ ബാക്കിയുള്ള പ്രോസ്റ്റോഗ്ലാൻഡിൻസ്, ഇങ്ങനത്തെ കെമിക്കൽസ് എല്ലാം ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കിയിട്ടാണ് ഈ വേദന. ഇതൊരു കംപ്രഷൻ മാത്രമാണെങ്കിൽ നമുക്ക് ഇത് കെമിക്കൽസ് ഇറിറ്റേഷൻ ഇല്ല, നല്ല കംപ്രഷനായി. അത് എപ്പോഴാണ് വരുന്നത് വെച്ചാൽ കുറേ കാലമായിട്ട് തള്ളി നിൽക്കുന്നുണ്ട്, നല്ലോണം തള്ളി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഞരമ്പ് ഈ ഡിസ്കിൻ്റെ ഇടയിൽ ഫുള്ളായിട്ട് കംപ്രസ് ചെയ്ത്, അതായത് അതിൻ്റെ പവർ പറ്റ കുറയുമ്പോഴാണ് നമുക്ക് തരിപ്പും ബലക്കമ്മിയും വരുന്നത്. നേരെ മറിച്ച് ഇവിടെ ഇൻഫ്ലമേഷൻ, ഈ ഇതിൻ്റെ ഉള്ളിലുള്ള ആനുലാർ ടിയർ അല്ലെങ്കിൽ ഈ തള്ളിച്ച വായുവിലുള്ള കെമിക്കൽ ഇറിറ്റേഷൻ വരുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് എന്ത് വരുന്നത്, വേദന വരുന്നത്. അത്തരം പേഷ്യൻറ്റ് നമുക്ക് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് മിനിമലി ഇൻവേസീവ് പെയിൻ ഇൻ്റർവെൻഷൻ ഓർ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ട്രാൻസ്ഫറാമിനൽ റൂട്ട് ബ്ലോക്ക്, ട്രാൻസ്ഫറാമിനൽ എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ, സെലക്റ്റീവ് ട്രാൻസ്ഫറാമിനൽ റൂട്ട് ബ്ലോക്ക് എന്നൊക്കെ പറയും. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ, ഒരു ഇൻഫ്ലമേഷൻ, ഒരു എഡിമ എടുക്കുകയാണ്. ഇത് പ്രത്യേകിച്ചും ബെനിഫിറ്റ് ഉള്ളത് കുറേ കാലമായിട്ട് ഡിസ്കിൻ്റെ വേദന ഉണ്ടായിരിക്കും. നമ്മുടെ അടുത്ത് മിക്കപ്പോഴും പേഷ്യൻ്റ് വരുന്നത് കുറേ കാലമായിട്ട് വേദനയുണ്ട്, കുറേ ചികിത്സയെല്ലാം നടത്തി എന്നിട്ട് മാറുന്നില്ല. അങ്ങനത്തെ അവസരത്തിൽ ചിലപ്പോൾ ആ ഡിസ്കിൽ അത്രയും നീർക്കെട്ട് അവിടെ ഉണ്ടായിരിക്കണമെന്നില്ല. നമുക്ക് നീർക്കെട്ട് കുറക്കുമ്പോൾ ഈ ഡിസ്കും ഈ ഞരമ്പും തമ്മിലുള്ള ഒരസൽ, ഒരു റബ്ബിങ് അല്ലെങ്കിൽ ആ ഇറിറ്റേഷൻ കുറക്കുമ്പോഴാണ് ഈ വേദന കുറയുക. അതിന് നമുക്ക് ചെയ്യാൻ പറ്റും നേരിട്ട് അവിടെ മെഡിസിൻ കൊടുക്കുക എന്നുള്ളതാണ്. നേരിട്ട് മെഡിസിൻ നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ്, അതിനാണ് നമ്മൾ ഈ മിപ്സി അല്ലെങ്കിൽ ട്രാൻസ്ഫറാമിനൽ എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. അത് ഏത് നെർവ് റൂട്ടാണ് കംപ്രസ് ചെയ്തിരിക്കുന്നത് നമുക്ക് യൂഷ്വലി MRIയിൽ കാണാൻ പറ്റും. MRI ക്രോസ് സെക്ഷൻ ഫിലിമിൽ എവിടെയൊക്കെ കംപ്രഷൻ ഉണ്ട്, ഡിസ്ക് തന്നെയാണോ അതോ ഫാസറ്റ്, നമ്മൾ ഈ 2 നട്ടലിൻ്റെ അടിയിലുള്ള ജോയിൻ്റ് ഉണ്ട്, ഫാസറ്റ് ജോയിൻ്റ്, അവിടെ എന്തെങ്കിലും നീർക്കെട്ടുണ്ടോ, അല്ലെങ്കിൽ ഡിസ്ക് എത്ര തള്ളിയിട്ടുണ്ട്. ഈ ഡിസ്കിൻ്റെയും ഈ സ്പൈനൽ കോഡിൻ്റെ അടിയിലുള്ള കനാൽ ഡയമീറ്റർ അല്ലെങ്കിൽ അതിൻ്റെ സ്പൈനൽ ബോൺ കനാൽ ഡയമീറ്റർ ലെങ്ത് ഒക്കെ മെഷർ ചെയ്യും. സാധാരണ രീതിയിൽ അത് മില്ലിമീറ്ററിലെ മെഷർ ചെയ്യുക. നിങ്ങൾ MRIയിലൊക്കെ റിപ്പോർട്ട് ഉണ്ടാവും, L1 L2ൻ്റെ അടിയിൽ ഇത്ര മില്ലിമീറ്റർ, L2 യൂഷ്വലി ഒരു 10 അബവ്, ഒരു 10-12ൻ്റെ മേലൊക്കെ കാണും. ചില ഏരിയയിൽ നല്ല ഡിസ്ക് ബൾജ് ഉണ്ടെങ്കിൽ അത് നല്ല ബാക്കിലോട്ട് വരും. അതിനാണ് നമ്മൾ പറയുക ലംബാർ കനാൽ സ്റ്റിനോസിസ്. സ്റ്റിനോസിസ് പറഞ്ഞാൽ ഒരു പോകുന്ന വഴി ചുരുങ്ങുക, ഇത്രയുള്ള വഴി ഇത്ര ആവുക, അതിനാണ് സ്റ്റിനോസിസ് എന്ന് പറയുന്നത്. അത്തരം പേഷ്യൻറ്റിന് നമ്മൾ സെലക്റ്റീവായിട്ട് മാത്രമേ ഇത്ര ഇഞ്ചക്ഷൻസ് കൊടുക്കുള്ളൂ. കാരണം അവർക്ക് കൂടുതലായിട്ട് തരിപ്പുണ്ടാവും, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, കുനിയുമ്പോൾ 2 കാലിലോട്ടും കടച്ചിൽ വരും. ഇത്തരം പ്രശ്നങ്ങൾ സിവിയർ ലംബാർ സ്റ്റിനോസിസ് എന്ന് വെച്ചാൽ ഈ ഡിസ്ക് നല്ലോണം ബാക്കിലോട്ട് തള്ളി, അതിനോട് പറ്റത്തള്ളി. ഇവിടെ ചെറിയൊരു വഴിയുണ്ട്, ഒരു വാതിൽ അടയുന്ന പോലെയാണിത്, ഒരു വാതിൽ അടയാന്ന്. പകുതി അടച്ചാലെല്ലാം നമുക്ക് ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് അവിടെ നമുക്ക് നീർക്കെട്ട് കൊടുക്കാനാണ്. പക്ഷേ ഫുള്ളായിട്ട് അടച്ചാൽ അത് ഗ്യാപ്പില്ല, അവിടെ മെഡിസിന് പോകാൻ ഗ്യാപ്പില്ല, അല്ലെങ്കിൽ അത് നമ്മുടെ സ്പൈനൽ കോഡിലോട്ട് കംപ്രഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കത് സർജറിയാണ്, കീ ഹോൾ അല്ലെങ്കിൽ മറ്റുള്ള ഡീകംപ്രഷൻ സർജറിയാണ് ബെസ്റ്റ് ഉത്തമം എന്ന് പറയുന്നത്. പക്ഷേ മിക്ക പേഷ്യൻസിനും സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഇവർ ഡിസ്ക് വേദന, ഷിയാറ്റിക് ഉണ്ടാകുമ്പോൾ കുറേ കാലം അത് ഇഗ്നോർ ചെയ്ത് നടക്കും. പല ചികിത്സകളിലും നടക്കും. പല ചികിത്സകൾ നടക്കുന്നതിനൊന്നും കുഴപ്പമില്ല. കാരണം നമ്മളെ ബോഡിക്ക് ഒരു ഡിഫെൻസീവ് മെക്കാനിസം, ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ഉണ്ട്. നമുക്ക് എന്ത് ഡാമേജ് ഉണ്ടായാലും നമ്മളെ ബോഡി അത് ശരിയാക്കും. അത് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയില്ലെങ്കിൽ പോയാലും, നമുക്കൊരു മുറി ഉണ്ടായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡ്രസ്സ് ചെയ്യാതെ നിന്നാലും അത് അതിൻ്റെ ഒരു 4-5 ദിവസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഉണങ്ങിപ്പോകും. പക്ഷെ പെട്ടെന്ന് മാറാനും അതിന് ഇൻഫെക്ഷൻ വരാതിരിക്കാനും മാത്രമാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ ബോഡിക്ക് ഒരു ഹീലിംഗ് ടൈം ഉണ്ട്. അതേപോലെ തന്നെ ഡിസ്ക് ബൾജ് സാധാരണ അതിന് ആനുലാർ ടിയർ, അതിനുള്ള പുറത്തുള്ള ദ്രാവകങ്ങൾ വന്നാലും അത് ഹീലായി പോകാനൊരു ടൈമുണ്ട്. ബോഡി തന്നെ ഹീൽ ചെയ്യും. ഒരു 90% മിക്ക ആളുകൾ, 2% ആളുകൾക്കും അത് വളരെ പെട്ടെന്ന് ബോഡി തന്നെ ഹീൽ ചെയ്യും. പക്ഷെ ചില ആളുകൾക്ക് അവിടെ ഇൻഫ്ലമേഷൻ കൂടാനും നീർക്കെട്ട് കൂടാനും ആ പുറത്ത് വന്നിരിക്കുന്ന ജെല്ല് അല്ലെങ്കിൽ മറ്റേ ഡിസ്ക് അവിടെ ഹാർഡായിട്ട്, നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ജെല്ല് അല്ലെങ്കിൽ ഹലുവ എല്ലാം പുറത്ത് ടേബിളിൽ വെച്ചാൽ ഇന്ന് കാണുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, ഒരു 3-4 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഹാർഡായിരിക്കും, അത് എണ്ണമയം പോയിട്ട് ഹാർഡായിരിക്കും. അതേപോലെ തന്നെ ഡിസ്കും ഹാർഡായിട്ട് അവിടെയുള്ള ഞരമ്പുമ്പോൾ പറ്റി പിടിക്കും. അതുകൊണ്ടാണ് അവർക്ക് വേദന മാറാത്തത്. അത്തരം ആളുകൾക്ക് ഉടനെയുള്ള ക്രോണിക് പെയിൻ, അതായത് നമ്മൾ അക്യൂട്ട് റാഡിക്കുലോപ്പതി ഒരു 3 മാസത്തിൻ്റെ ഉള്ളിലുള്ള വേദനയ്ക്കാണെങ്കിൽ തന്നെ ഇഞ്ചക്ഷൻ വെച്ചാൽ വളരെ എഫക്റ്റീവാണ്. കാരണം ഇഞ്ചക്ഷൻ നമ്മൾ എങ്ങനെ വെക്കുന്നു വെച്ചാൽ നമ്മളിത് ഡയറക്റ്റ് ഇത് വേദനൻ്റെ ഇഞ്ചക്ഷൻ അല്ല. ഇത് ആളുകൾ ലേറ്റായി വരാൻ കാരണം അവർ മറ്റുള്ള ട്രീറ്റ്മെൻറ്റ് പോകുന്നു, ഒഴിച്ച് നടത്തുന്നു. അവിടെ ഇപ്പോൾ ഈ നട്ടല് കിടക്കുന്ന ഒരു ഏരിയയാണ്, ഇതിങ്ങനെ പേഷ്യൻ്റ് നട്ടല് കിടക്കുക. ഇതിൻ്റെ മേലെ നമുക്ക് കാണാം
ഈ ഞരമ്പ് പോകുന്നത് ഷിയാറ്റിക് ഞരമ്പ് പോകുന്നതിൽ ഇത്രയും ഉള്ളിലാണ്. ഇതിൻ്റെ മേലെ നമുക്ക് എല്ലുണ്ട്, ഇതിന് വരെ കുറേ പാരാസ്പൈനൽ മസിൽസ് ഉണ്ട്, നമ്മളെ ബോഡി സപ്പോർട്ടിങ് മസിൽസ് ഉണ്ട്, വലിയ QL പോലെയുള്ള വലിയ മസിൽസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മളെ സ്കിന്ന്, സബ്ക്യൂട്ടേനിയസ് ഫാറ്റ്, സ്കിൻ ഇത്രയും ഉയരത്തിലാണ് നമ്മളെ സ്കിന്നും ഇതെല്ലാം വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒഴിച്ചിലോ പിഴിച്ചിലോ നടത്തിയോണ്ട് പ്രത്യേകിച്ച് ഒന്നും ഡിസ്കിലോട്ട് ബാധിക്കില്ല. പക്ഷേ ചില ആളുകൾക്ക് നല്ല കുറവ് വരുന്നതെന്ന് വെച്ചാൽ അതാണ് പറയുക ഗേറ്റ് കൺട്രോൾ തിയറി അല്ലെങ്കിൽ മറ്റുള്ള തിയറി എന്നൊക്കെ പറയും. ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഇൻഫ്ലമേഷൻ നീർക്കെട്ട് നമ്മളെ തോലിൻ്റെ സ്കിന്നിൻ്റെ അവിടെയൊക്കെ ബാധിക്കും. അതെല്ലാം കുറയുമ്പം ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമ്മൾ റെസ്റ്റ് എടുത്താലും നമ്മളൊന്നും ചെയ്താലും ചെയ്തില്ലെങ്കിൽ അത് മാറും. പക്ഷെ ഒഴിച്ചിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ അവിടെ മസിലിൻ്റെ ഇൻഫ്ലമേഷൻ കുറയുമ്പോൾ അങ്ങനെ മാറും. പക്ഷെ എന്നിട്ടും ചിലവർക്ക് കുറയില്ല. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അത് അത്രയും ഡീപ്പായിട്ട് കിടക്കുന്ന ഡിസ്കിൻ്റെ ഉള്ള ഇൻഫ്ലമേഷൻ, അങ്ങനത്തെ അവർക്കാണ് നമ്മൾ ട്രാൻസ്ഫറാമിനർ ഇന്റർലാമിനാർ എപ്പിഡ്യൂറൽ എന്ന് പറയാം. ഈ ട്രാൻസ്ഫറാമിനർ എപ്പിഡ്യൂറൽ എന്ന ഒരു ഓപ്പറേഷൻ അല്ല, അതിൻ്റെ പേര് പോലെ മിനിമലി ഇൻവേസീവ് പെയിൻ ഓർ സ്പൈൻ പ്രൊസീജിയർ. മിനിമലി ഇൻവേസീവ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇഞ്ചക്ഷൻ, ഒരു നീഡിൽ വഴി, അതായത് ഓട്ടയൊന്നും നമ്മളെ ബോഡിയിൽ കീറലോ അല്ലെങ്കിൽ സ്കിൻ കട്ടോ ഒന്നും ഉണ്ടാക്കാതെ ചെറിയ നീഡിൽ തരിപ്പിച്ച് പോയിട്ട് ആ ഡിസ്കിൻ്റെയും ഞരമ്പിൻ്റെയും ഇടയിൽ നമ്മൾ നീര് വലിയാനുള്ള മെഡിസിൻ അല്ലെങ്കിൽ പെയിൻ കുറക്കാൻ, ഇൻഫ്ലമേഷൻ കുറക്കാനുള്ള മെഡിസിൻ. എക്സാമ്പിൾ പറയുന്ന ലോക്കൽ അനസ്തറ്റിക്സ് അല്ലെങ്കിൽ സ്റ്റിറോയിഡ്, ഇതെല്ലാം വളരെ ചെറിയ ഡോസിൽ നമ്മൾ കൊടുക്കുക. ഇത് കുറേ ഉള്ളിലാണ് സംഭവം കിടക്കുന്നത്. അപ്പോൾ ഇത്രയും ഉള്ളിൽ കൊടുക്കുമ്പോൾ നമുക്ക് സാധാരണ വേദനയുടെ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന പോലെ കൊടുക്കാൻ പറ്റില്ല. അതിനാണ് നമ്മൾ ഫ്ലൂറോസ്കോപ്പി ഗൈഡഡ്, ഇത് പെയിൻ ഇൻ്റർവെൻഷൻസ്, നമ്മൾ എസ്പെഷ്യലി പെയിൻ ഫിസിഷ്യന്മാർ നമ്മൾ വളരെയധികം ട്രെയിൻഡ് ആണ് ഇതിൽ. കാരണം ഫ്ലൂറോസ്കോപ്പി ഗൈഡഡ് ആകുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് കുറേ ഉള്ളിലാണ്, നമുക്ക് ഡയറക്റ്റായിട്ട് കാണണം നമ്മൾ എവിടെ നീഡിൽ പോകണം. കാരണം ഇതിൻ്റെ അപ്പുറത്ത് സ്പൈനൽ കോഡ്, മെയിനായിട്ടുള്ള ആർട്ടറീസ്, സ്പൈനൽ ആർട്ടറീസ്, ഇങ്ങനെ അവിടെ ഒന്ന് ഹിറ്റ് ചെയ്യാനോ അവിടെ ഒന്നും ബ്ലീഡിങ് ഉണ്ടാവണോ ഇൻഫെക്ഷൻ വരാനൊന്നും പാടില്ല. അതുകൊണ്ട് നമ്മൾ കണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇല്ല എങ്ങനെ കണ്ടിട്ട്, പേഷ്യൻറ്റിനെ ബോധം കെടുത്തൊന്നുമില്ല, നമ്മൾ ലോക്കൽ അനസ്തെറ്റ് മാത്രം സ്കിന്നിൽ കൊടുത്തിട്ട് നമുക്കുള്ളൊരു മെഷീൻ ഉണ്ട്, അതിനാണ് സിയാം അല്ലെങ്കിൽ ഫ്ലൂറോസ്കോപ്പി, ലൈവ് ഫ്ലൂറോസ്കോപ്പി എന്നൊക്കെ പറയുന്നത്. ഈ മെഷീനാണ് നമ്മൾ കാണുന്നത്. ഈ മെഷീന് നമുക്ക് ലൈവായിട്ട് എക്സ്റേ എടുത്തിട്ട് നമുക്ക് ഇവിടെ ലൈവായിട്ട് ഇങ്ങോട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് TV കാണാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ TV ഇങ്ങനെ കാണാൻ പറ്റും നട്ടല്, അതിൻ്റെ പോലെ ഇവിടെ ഒരു മെഡിസിൻ കൊടുത്ത് ആ നെർവ് റൂട്ട്സ് കാണാൻ പറ്റും. ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നെർവ് റൂട്ട്സിലോട്ട് ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ വളരെ സേഫാണ്, സെക്യൂർഡാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൽ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് മാത്രം ഇഞ്ചക്ഷൻ എടുക്കുക. കാരണം അതിൻ്റെ അടുത്തുള്ള സ്ട്രക്ചേഴ്സ്, സ്പൈനൽ കോഡ്, അതേപോലെ ഡിസ്കിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ എല്ലാം വന്നാലും, സ്പൈനൽ കോഡ് ഇൻഫെക്ഷൻ, ഡാമേജ്, അല്ലെങ്കിൽ ആർട്ടറി ഓഫ് ആഡമിക്സ്, ഇങ്ങനത്തെ കുറേ ആർട്ടറീസ് ഒക്കെ ഉണ്ട്, സ്പൈനൽ ആർട്ടറി, അതിനൊക്കെയുള്ള ഇൻഫെക്ഷൻ ഡാമേജ് വന്നാൽ വളരെ മോശമായിട്ടുള്ള കോംപ്ലിക്കേഷൻ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് നമ്മൾ വളരെ ഫ്ലൂറോസ്കോപ്പി ഗൈഡഡ് ആയിട്ട് സേഫ് ആയിട്ട് പെയിൻ മെഡിസിൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മളെ സ്കില്ല് ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ അവിടെ പോയിട്ട് നേരിട്ട് മെഡിസിൻ കൊടുക്കുക ചെയ്യുന്നത്. ഈ മെഡിസിൻ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പല ആളുകൾ ചോദിക്കും സ്റ്റീറോയിഡ് ആണോ ചോദിക്കും, ചില ആളുകൾക്ക് ചോദിക്കും വേറെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കും. പക്ഷേ ഇതിവിടെ നമ്മൾ പെയിൻ കില്ലർ മെഡിസിൻ അല്ല കൊടുക്കുന്നത്. കാരണം നമുക്ക് ഇവിടെ ഇത്രയും ഒരു എക്സ്റേയിൽ നമുക്ക് ലൈവായിട്ട് കണ്ടിട്ട് അത്രയും ഉള്ള പോയിട്ട് പെയിൻ മെഡിസിൻ നമ്മൾ അതിൻ്റെ എപ്പിഡ്യൂറൽ സ്പേസ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള പ്ലേസ് ആണ്. നമ്മളെ ബ്രെയിൻ സ്പൈനൽ കോഡിൻ്റെ ഒക്കെ അടുത്തുള്ള അവിടെ നമുക്ക് പെയിൻ മെഡിസിൻസ് ഒന്നും അധികം കൊടുക്കാൻ പറ്റില്ല. കൊടുത്താൽ തന്നെ അതിൻ്റെ എഫക്റ്റ് 1-2 ദിവസം കിട്ടുള്ളൂ. നല്ല സിവിയർ പെയിനൊക്കെ നമ്മൾ ഒപ്പിയോയിഡ് പോലെയുള്ള മെഡിസിൻ കൊടുക്കാറുണ്ട്. അതിന് പകരമായിട്ട് നമുക്ക് ലോ ഡോസ് സ്റ്റീറോയിഡ് എന്ന് പറഞ്ഞാൽ വളരെ സേഫ് ആയിട്ടുള്ളതാണ്. സ്റ്റീറോയിഡ് ബാക്കിയുള്ള ചില ആളുകൾ പറയുന്ന പോലെ വല്ല പേടിക്കാനുള്ള കാര്യങ്ങളില്ല. പേടിക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ സ്ഥിരമായിട്ട് സ്റ്റീറോയിഡ് എടുക്കുക, സ്ഥിരമായിട്ട് ഇഞ്ചക്ഷൻ എടുക്കുക, സ്ഥിരമായിട്ട് സ്റ്റീറോയിഡ് എടുക്കുക, അങ്ങനെയാണ്. സ്റ്റീറോയിഡ് എന്ന് പറഞ്ഞ ഒരു എക്സോജിനസ് ഹോർമോൺ എന്നൊക്കെ പറയാം, നമ്മുടെ ബോഡിയിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഹോർമോൺ ടൈപ്പാണ്. അതിൻ്റെ സേഫ് ആയിട്ടുള്ള ഏറ്റവും മെഡിക്കലി സേഫ് ആയിട്ടുള്ള സ്റ്റീറോയിഡ് അലോങ് വിത്ത് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ചെറിയ ലോക്കൽ അനസ്തെറ്റിക് മിക്സ്ചർ ഇതെല്ലാം കൊടുക്കും. നല്ല പെയിൻ ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മൾ കുറേ ആളുകൾ ചോദിക്കും ഇഞ്ചക്ഷൻ സ്റ്റീറോയിഡ് എടുക്കാൻ പാടുണ്ട്, സ്റ്റീറോയിഡ് എടുക്കുന്നത് വളരെ സേഫാണ്. ഇതേ ആളുകൾ തന്നെ സ്റ്റീറോയിഡ് ടാബ്ലറ്റ് ഈ വേദനക്ക് കാലങ്ങളായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ നമ്മൾ ടാബ്ലറ്റ് കഴിച്ചാൽ തന്നെ അത് നമ്മൾ വയറിലെത്തി അത് നമ്മൾ മൊത്തത്തിലുള്ള എഡിമ നീര് കുറക്കുള്ളൂ. അത് നേരിട്ട് ഇവിടെ വന്നിട്ട് ഡിസ്കിൻ്റെ ബൾജിലോടുത്ത് നീര് വലിച്ചെടുക്കുകയൊന്നുമില്ല. അതിന് വലിച്ചെടുക്കാൻ അതിൻ്റെ ഒരു 5% ഇവിടെ എത്തി ബാക്കിയുള്ള നമ്മളെ ബോഡിയിലോട്ട് എല്ലായിടത്തും ഡിസ്പേഴ്സ് ആവുക ചെയ്യുക, അവിടെ വന്ന് അറ്റാക്ക് ചെയ്യൊന്നുമില്ല. അതിന് പകരം നമുക്ക് 100% അവിടെ ഡയറക്റ്റായിട്ട് മരുന്ന് കൊടുക്കുന്ന ഇഞ്ചക്ഷനാണ് ഈ ട്രാൻസ്ഫറാമിനൽ എപ്പിഡ്യൂറൽ. അതായത് ഫുള്ളായിട്ട് അവിടെ തന്നെ മെഡിസിൻ എത്തും. അത് മരുന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എക്സ്റേയിൽ കാണാൻ പറ്റും നമ്മുടെ സ്പെഷ്യൽ നമ്മൾ അയോഡക്സ് പോലെയുള്ള ഒരു നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള ഉപയോഗിച്ചിട്ട് അവിടെ ആ ഞരമ്പ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ചുറ്റുമാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് നമ്മളെ
ബാക്ക് പെയിൻ ഷിയാറ്റിക്കൻ്റെ ആണ്. ഇതേപോലെ നമ്മൾ കഴുത്തിനും ഇതേപോലെ നരമ്പ് വരുന്നുണ്ട്. അവിടെ നമ്മൾ സെർവിക്കൽ എപ്പിഡ്യൂറൽ കൊടുക്കാറുണ്ട്. ഈ നരമ്പിൻ്റെ ചുറ്റും ഏത് സൈഡിലാണോ, റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ കയ്യിലോട്ട് വേദന വരുന്നത്, അവിടെ നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കാറുണ്ട്. അവിടെയൊക്കെ ആദ്യം നമ്മൾ ലോ ഡോസ് സ്റ്റിറോയിഡ് കൊടുക്കും, അല്ലെങ്കിൽ ലോക്കൽ അനസ്തെറ്റിക് കൊടുക്കാം. അതേപോലെ തന്നെ വീണ്ടും വേദന വരികയാണ്, മൈൽഡ് വേദന വരിക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഇഞ്ചക്ഷൻ PRP റീജനറേറ്റീവ് മെഡിസിൻ തെറാപ്പി കൊടുക്കാം. അതിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമ്മളെ ബോഡിയിൽ നിന്നുള്ള പ്ലാസ്മ അല്ലെങ്കിൽ റീജനറേറ്റീവ് കമ്പോണൻ്റ് അടങ്ങിയിരിക്കുന്നതാണ്. അത് നമ്മളെ പെയിൻ മോഡുലേറ്റ് ചെയ്യും, റീജനറേഷൻ മോഡുലേറ്റ് ചെയ്യും, ഇമ്മ്യൂണോളജി മോണിറ്ററേറ്റ് ചെയ്യും. അതേപോലെ റിപ്പയർ ഇൻഫ്ലമേഷൻ എല്ലാം മോഡുലേറ്റ് ചെയ്തിട്ട് അവിടെ നീർക്കെട്ട് കുറച്ചിട്ട് മെല്ലെ മെല്ലെ റിലീഫ് കിട്ടും ഈ റീജനറേറ്റീവ് തെറാപ്പി എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ സേഫ് ആയിട്ട് തന്നെ നമ്മളെ ബോഡിയിൽ തന്നെ കമ്പോണൻ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ സെക്യൂർ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഷിയാറ്റിക്ക അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഡിസ്ക് വേദനയ്ക്കുള്ള ഇൻ്റർവെൻഷൻ. നമ്മൾ തിയേറ്റർ കോംപ്ലക്സ്, അത് തിയേറ്ററാണ്, ഓപ്പറേഷൻ തിയേറ്ററാണ്. ഇവിടെ നമ്മൾ ഈ ബെഡിൽ വെച്ചിട്ട് പേഷ്യനെ കടത്തിയിട്ട് നമ്മൾ ഈ എക്സ്റേ മെഷീൻ വഴി ലൈവായിട്ട് നമ്മൾ TV നോക്കിയിട്ടാണ് ഈ ഇഞ്ചക്ഷൻസ് തന്നെ കൊടുക്കുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ മിനിമലി ഇൻവേസീവ് പെയിൻ ആൻഡ് സ്പൈൻ ഇഞ്ചക്ഷൻ ഒരു ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ടും തിരക്കിടുന്നില്ല. പക്ഷെ നമ്മൾ കൂടുതൽ സ്റ്റിറോയിഡ് ഒന്നും ഇതിൽ കൊടുക്കാൻ പാടില്ല എന്നുള്ളൂ. വീണ്ടും വീണ്ടും സ്റ്റിറോയിഡ്, ഹൈ ഡോസ്, ചില ആളുകളൊക്കെ ഹൈ ഡോസ് സ്റ്റിറോയിഡ് ഒക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം ഇതെല്ലാം നമ്മളെ സെൻട്രൽ CNS സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. മിനിമലി റെക്കമെൻഡഡ് സ്റ്റിറോയിഡ് ഡോസ് പെർ ഇയർ, ഇങ്ങനത്തെ മെഡിക്കലി റെക്കമെൻഡഡ് ആയിട്ടുള്ള സ്റ്റിറോയിഡ് ഡോസുകളെല്ലാം ചേർത്തിട്ട് നമ്മൾ നീർക്കെട്ട് ഏത് ഭാഗത്താണോ നട്ടലിന് ഡിസ്ക് ബൾജ് ഉണ്ടാകുന്നത്, ഏത് ഞരമ്പാണോ കുടുങ്ങിയിരിക്കുന്നത്, അവിടെ നേരിട്ട് ഇഞ്ചക്ഷൻ വഴി നമ്മൾ TV കണ്ടിട്ട് അവിടെ നേരിട്ട് മരുന്ന് കൊടുക്കുന്നതിനാണ് ഫ്ലൂറോസ്കോപ്പിക് ഗൈഡഡ് ട്രാൻസ്ഫൊറാമിനൽ. ആ ഡിസ്ക് തള്ളിയിരിക്കുന്ന നെർവിൻ്റെ ചുറ്റും കൊടുക്കുന്ന ഇഞ്ചക്ഷൻ ട്രാൻസ്ഫൊറാമിനൽ ഇഞ്ചക്ഷൻ, എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ എന്നൊക്കെ പറയുന്നത്. ഇത് പെട്ടെന്ന് തന്നെ റിലീഫ് കിട്ടുന്നതല്ല. ഇത് അവിടെ നീരെല്ലാം വലിഞ്ഞ് മെല്ലെ മെല്ലെ ഇങ്ങനെ പോകുമ്പോൾ റിലീഫ് കിട്ടും. ഇത് നമ്മൾ നേരിട്ട്, നമ്മൾ കുറേ ഗുളിക കഴിക്കുന്നതിന് പകരം നേരിട്ട് അവിടെ സിംഗിൾ ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിനുള്ള സിമ്പിൾ പ്രൊസീജിയറാണ്. ചെയ്യുമ്പോൾ നല്ല പ്രാക്ടീസ് ചെയ്യുന്ന ആ ഒരു പെയിൻ ഫിസിഷ്യൻസിൻ്റെ അടുത്ത് നിന്ന് ചെയ്യണം. കാരണം ഇതിന് വളരെ അറിയാത്തവർ ചെയ്താൽ വളരെ കോംപ്ലിക്കേഷൻ വരുന്ന ഒരു സിസ്റ്റമാണിത്. അപ്പോൾ അതിന് നല്ല സ്റ്റെറിലിറ്റി, നല്ല മെയിൻറ്റെയിൻ ചെയ്ത OT, നല്ല ക്ലീൻ OT, നല്ല വൃത്തിയുള്ള സെറ്റപ്പ് ഒന്ന് ചെയ്താൽ മാത്രമേ അതിന് നല്ല റിസൾട്ട് ആൻഡ് സേഫ്റ്റി ഉണ്ടാവുള്ളൂ. ഈ എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻസ് എന്ന് പറയുന്നത് അത് ഇന്ന് വെച്ചാൽ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് വെക്കാൻ പറ്റുന്നില്ല. അതിന് ഇത്ര ലിമിറ്റ് ഉണ്ട്, അത് ഇത്ര ഗ്യാപ്പ് ഉണ്ട്, അതിന് ഇത്ര ഡോസ് ലിമിറ്റ് ഉണ്ട്. ഇതെല്ലാം അറിഞ്ഞിട്ട് അത് അറിയുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ചെയ്യണം. അതേപോലെ തന്നെ പുതിയതായിട്ടുള്ള ഡിസീസ് മോഡിഫിക്കേഷൻ, ഡിസീസ് റീജനറേഷൻ, അല്ലെങ്കിൽ പെയിൻ റീജനറേഷൻ, പെയിൻ മോഡുലേഷൻ എന്നൊക്കെ പറയുന്ന റീജനറേറ്റീവ് തെറാപ്പി, PRP, സ്റ്റെം സെല്ല്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അതൊക്കെ വളരെ പേഷ്യൻറ്റിനോട് എക്സ്പ്ലെയിൻ ചെയ്യും. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ അവിടെ ഡിസ്ക് തള്ളിയിട്ടുണ്ട്, അത് ഒറ്റയടിക്ക് ഉള്ളിലോട്ട് തള്ളി മാറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. അവിടെയുള്ള അസുഖത്തിൻ്റെ അവിടെയുള്ള നീർക്കെട്ട് കുറക്കുക, അവിടെയുള്ള പുതിയ നരമ്പുകൾക്കുള്ള റീജനറേഷൻ, അതുള്ള പുതിയ വാസ്കുലർ സപ്ലൈ, അങ്ങനത്തെ കാര്യങ്ങൾ, റീജനറേഷൻ, വാസ്കുലർ ഫാക്ടേഴ്സ്, ഗ്രോത്ത് ഫാക്ടേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവിടെയുള്ള എഡിമ കുറയ്ക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവിടെ പുതിയൊരു മോഡുലേഷൻ, അവിടെ ഡാമേജ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി, ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മൾ മിനിമലി ഇൻവേസീവ് ആയിട്ട് നമ്മൾ നീഡിൽ വഴി ഒരു ഡേ കെയർ പ്രൊസീജിയർ, അത് വന്ന് ഇഞ്ചക്ഷൻ ചെയ്ത് നിങ്ങൾക്ക് വീട്ടിൽ പോകും. ഇങ്ങനത്തെ ഡേ കെയർ വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിഷൻ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. വളരെ സേഫുമാണ്. സേഫ് എന്ന് വെച്ചാൽ നമ്മൾ TV നോക്കിയിട്ട് ഫ്ലൂറോസ്കോപ്പിക് ഗൈഡഡ് പ്രൊസീജിയറാണ് ചെയ്യുന്നത്. പക്ഷേ കുറേ പേഷ്യൻസ് വിളിക്കാറുണ്ട്, എനിക്ക് ഇഞ്ചക്ഷൻ വേണം, ഇഞ്ചക്ഷൻ ചെയ്യാൻ പറ്റുമോ. മിക്ക പേഷ്യൻറ്റ് നമ്മൾ MRI റിപ്പോർട്ട് റീസെൻ്റ്ലി അറ്റ്ലീസ്റ്റ് 6 മാസം മുമ്പുള്ള MRI, 6 മാസത്തിൻ്റെ ഉള്ളിലുള്ള MRI റിപ്പോർട്ട് നോക്കിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുക. ക്ലിനിക്കൽ സിംറ്റംസ് കൂടെ നോക്കും. ചില പേഷ്യൻ്റ് തീരെ നടക്കാൻ വയ്യ, കാൽ നല്ല തരിപ്പ്, ഇങ്ങനെയുള്ള പേഷ്യൻസിനൊന്നും നമ്മൾ സാധാരണ ഇത് അഡ്വൈസ് ചെയ്യാറില്ല. കാരണം അവർക്ക് നല്ല സ്റ്റിനോസിസ്, ഡിസ്ക് നല്ലോണം തള്ളിയിട്ടുണ്ട്, പഴക്കം ചെന്ന് അല്ലെങ്കിൽ അല്ലാതെയോ ഡിസ്ക് നല്ലോണം തള്ളിയിട്ട് സ്പൈനൽ കോഡിലോട്ടെല്ലാം കംപ്രസ് ആവുന്നവർക്ക്, അവർക്കെല്ലാം എന്തായാലും സ്പൈനോ ന്യൂറോ സർജൻ്റെ അടുത്ത് പോയിട്ട് സർജറി തന്നെ ചെയ്യണം. ഈ ഇഞ്ചക്ഷൻ പറ്റുന്ന ആളുകൾ എന്ന് വെച്ചാൽ മിനിമൽ സ്റ്റിനോസിസ്, ചെറിയ സ്റ്റിനോസിസ്, അധികം തള്ളിയിട്ടില്ല, ഈ നെർവ് സ്റ്റിനോസിസ്, അതായത് നമ്മളെ ഞരമ്പുമേലായിട്ട് മെയിനായിട്ട് കംപ്രഷൻ ഉള്ളത്, നേരെ മറിച്ച് സ്പൈനൽ കോഡിന്മേലല്ല, അത്രയും പഴക്കമല്ല, കുറേ വർഷങ്ങൾ പഴക്കമല്ല, ഇങ്ങനത്തെ ആളുകൾക്കാണ് നല്ല റിസൾട്ട് ഉണ്ടാകുക. മറ്റുള്ള ആളുകൾക്ക് നമ്മൾ സർജറിക്കൽ ഓപ്ഷൻസ് ആണ് സജസ്റ്റ് ചെയ്യുന്നത്. ചില ആളുകൾക്ക് സർജറി പറ്റാത്ത ആളുകൾക്കെല്ലാം നമ്മൾ ഒരു പാലിയേറ്റീവായിട്ട് അല്ലെങ്കിൽ പ്രൊഫൈലാക്റ്റിക് ആയിട്ടൊക്കെ ഇങ്ങനെ എപ്പിഡ്യൂറൽസ് കൊടുക്കാറുണ്ട്. അത് അവരോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വളരെ ലോ ഡോസ് അല്ലെങ്കിൽ ലോ വോളിയംസ് എപ്പിഡ്യൂറലെല്ലാം കൊടുക്കാറുണ്ട്. ഇത്രയാണ് നമ്മളെ മിനിമലി ഇൻവേസീവ് പെയിൻ ആൻഡ് സ്പൈൻ ഫോർ നമ്മളെ ഷിയാറ്റിക്ക, അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിൽ നിന്ന് വരുന്ന, കഴുത്തിലും നമ്മൾ കഴുത്തിന് സെർവിക്കൽ റാഡിക്കലോപ്പതി,
എല്ലാ വേദനക്കും നമ്മളിങ്ങനെ എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻസ് കൊടുക്കാറുണ്ട്. അതെല്ലാം സേഫ് ആൻഡ് സെക്യൂർഡ് ആണ്. അതെല്ലാം വളരെ സേഫ് പ്ലേസ്, സ്റ്റെറൈലായിട്ട് വേണം അത് കൊടുക്കാനും അത് ഇഞ്ചെക്ട് ചെയ്യുന്നാലും. അത് ട്രെയിൻഡ് ആയിട്ടുള്ള പെയിൻ ഫിഷ്യൻ, അനസ്തീഷ്യ പെയിൻ ഫിഷ്യൻസിൻ്റെ അടുത്ത് നിന്ന് ചെയ്താൽ അവർ കൂടുതൽ സേഫ്റ്റി മെഷേഴ്സോടെ കുറച്ചുകൂടി നന്നാവും. കാരണം ചില കോംപ്ലിക്കേഷൻസ് എല്ലാം നമ്മൾ വളരെ കേൾക്കാറുണ്ട്. അപ്പം അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ ഇത് നട്ടലിലോട്ടുള്ളൊരു ഇഞ്ചക്ഷനല്ല, നമ്മൾ നട്ടലിൻ്റെ ഉള്ളിലോട്ടല്ല പോകുന്നത്, നമ്മൾ നട്ടലിൻ്റെ സൈഡിലോട്ട് എക്സ്റേ വെച്ചിട്ട് ലൈവായിട്ട് TV-യിൽ കണ്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ ഇമേജ് ഗൈഡഡ്, വീഡിയോ ഗൈഡഡ്, അസിസ്റ്റൻറ്റ് ഗൈഡഡ്, പെയിൻ്റ് ഡൈ ഗൈഡഡ്, ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. എല്ലാം കണ്ടിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് നമ്മൾ 100% ഉറപ്പ് പറയില്ല. എന്നാലും ഈ ഡിസ്കിൻ്റെ കാര്യത്തിൽ ഒരാൾക്കും 100% ഉറപ്പ് പറയാൻ പറ്റില്ല. അതിപ്പോൾ സർജറി ആവട്ടെ എന്താവട്ടെ, അത് എപ്പോൾ വേണമെങ്കിലും വീണ്ടും വേദന വരാതിരിക്കാം. പക്ഷേ ഒരു അക്യൂട്ടായിട്ടുള്ള വളരെ കുറച്ച് കാലം പെയിനുള്ള, എന്നാൽ വേദന മാത്രമേ ഉള്ളൂ, തരിപ്പും വീക്ക്നെസ് ഒന്നും ഇല്ലെങ്കിൽ ഈ ഇഞ്ചക്ഷൻ വളരെയധികം ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു ഇഞ്ചക്ഷനാണ് ട്രാൻസ്ഫോറാമിനൽ ഓർ ഇൻ്റർലാമിനർ എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഇത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ റിപ്പീറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഡോസ്, അതിൻ്റെ ടൈം പീരീഡെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാറ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മിനിമലി ഇൻവേസീവ് പെയിൻ ആൻഡ് സ്പൈൻ ഇൻ്റർവെൻഷനിൽ പെയിൻ മെഡിസിൻ എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റ്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ പറയാനുള്ളത്. താങ്ക് യു.